സ്കാനിയ വരെ പൂട്ടിപ്പോകേണ്ട അവസ്ഥ വന്നു. ഇത്രയും പ്രീമിയം സെഗ്മെന്റിൽ സ്കാനിയ വരെ പൂട്ടിപ്പോയി. ഇത് ഈ സ്കാനിയ പൂട്ടിപ്പോയ കഥ പറഞ്ഞപ്പോഴാണ് സ്കാനിയയുടെയും വോൾവോൻ്റെയൊക്കെ ആസ്ഥാനത്ത് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ സ്വീഡനിൽ പോയ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കാനിയ ഇന്ത്യ അവർ സേവനം അവസാനിപ്പിച്ചത് അവർക്ക് ഇന്ത്യയിൽ കൈക്കൂലി കൊടുത്ത് മടുത്തത് കൊണ്ടാണ് എന്ന് അവരുടെ ഒരു നേതാവ്, അവരുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് വ്യക്തമായിട്ട് അവിടെ പലയിടത്തും എഴുതി വെച്ചിട്ടുമുണ്ട്. അതായത് ഇവിടുത്തെ ഒരു കേന്ദ്രത്തിലെ ഒരു പ്രധാനമന്ത്രിക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ആവശ്യപ്പെടുകയും അത് കമ്പനിക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് അത്തരത്തിൽ ആ കമ്പനി ഇവിടുന്ന് പൂട്ടിപ്പോയി എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ ശരിക്കും നമുക്ക് ഭയങ്കര ഇൻസൾട്ടിങ് ആണ് അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇത് ഒത്തിരി റീസൺസ് ഉണ്ട് ഒരു സ്ഥാപനം പ്രവർത്തിച്ച് വരുമ്പോഴത്തേക്കിനും. പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട്, പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളുണ്ട്, നിയമപരമായിട്ടുള്ള വെല്ലുവിളികളുണ്ട്, നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ പ്രശ്നങ്ങളുണ്ട്.